Hello, Assalamu alaikum. Once again, welcome back to hasnashennahut. ഒരു ഡിഫറെൻറ്റ് ക്രാഫ്റ്റ് വർക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് അരി വെച്ചിട്ടാണ് ഒരു പൂ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ നേരെ ഹാഫ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലൊരു സ്ക്വയറോ എന്തെങ്കിലും പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു റൗണ്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഒരുമിച്ച് തന്നെ ചെയ്തോളൂ. ഫസ്റ്റ് നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ആ ലാസ്റ്റ് എൻഡിലോട്ടേക്ക് എത്തിയാൽ നമ്മുടെ ആ ഒരു സ്ക്വയർ എടുത്ത് മാറ്റാം. എന്നിട്ട് ആ ഒരു എൻഡ് പോർഷനിൽ നമുക്ക് ഫെവിക്കോൾ തേച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു എൻഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതൊന്ന് അണീവണായിട്ടാണ് ഉള്ളത്, അതൊന്ന് റെഡിയാക്കി കൊടുക്കാം. മറ്റേ എൻഡ് അതുപോലെ തന്നെ കിടന്നോട്ടെ. ഇനി വരാൻ പോകുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂട്ടോ. ഞാൻ ക്യാമറ ഒന്ന് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കാം. ഞാൻ എവിടെ നിന്നാണ് ഫ്ലാറ്റൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഞാനിത് സിസർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഫ്ലാറ്റായി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ സ്ഥലത്ത് നിന്ന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ എൻഡിൽ നമുക്ക് ഫെവിക്കോൾ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ എൻഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കി ഇവിടെ ഫ്ലാറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? കുറച്ച് അരി വേണം. ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പച്ചരി എടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു പേപ്പർ ഇരിക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അരിയൊക്കെ മൊത്തം നിലത്തേക്ക് പോവും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഫ്ലാറ്റൻ ചെയ്ത സ്ഥലമില്ലേ, അവിടെ നിന്ന് ഇട്ടിട്ട് ആ ഒരു എൻഡ് പോർഷൻ വരെ ഫെവിക്കോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ അരി ഇതിൻ്റെ മേലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതാണെങ്കിൽ നമുക്ക് ഒരു വട്ടം തന്നെ അരി ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഫെവിക്കോൾ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അരി കുറച്ച് മാത്രമേ അവിടെ സ്റ്റിക്ക് ചെയ്ത് പിടിക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ചും കൂടി അരി അതിൻ്റെ മേലിട്ടാൽ എല്ലാം സെറ്റായി കിട്ടും. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി എന്ത് വേണം? നമുക്ക് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പേൾ പിങ്ക് കളറാണ്. പേൾ കിറ്റിൽ വരുന്നതാണ് ഈ ഒരു കളറ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ എടുത്തിട്ടുള്ളത് വയലറ്റ് ആണ്. പിന്നെ ഗ്രീനും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പിങ്ക് കളറാണ് നമ്മുടെ ഈ അരിൻ്റെ മേലെ ആയിട്ട് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ സ്റ്റിക്കാവാത്ത അരിയൊക്കെ താഴെ പോകുന്നുണ്ട്. എൻ്റെ കുറച്ചൊക്കെ താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഇനി എന്ത് വേണം? നമുക്ക് ഇതിൻ്റെ മേലെ വയലറ്റ്, ജസ്റ്റ് ഒരു വയലറ്റ് ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ മേലെ മാത്രം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പിങ്കിൻ്റെ കൂടെ വയലറ്റും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി എന്ത് വേണം? നമുക്ക് ഗ്രീൻ ആക്രിലിക് പെയിൻറ്റ് നമുക്ക് ഈ ആ ഒരു സ്റ്റിക്കിൻ്റെ മേലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഈ ലീഫ് ഉണ്ടല്ലോ, ഞാൻ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഗ്രീൻ ആക്രിലിക് പെയിൻറ്റ് വെച്ച് അടിച്ചതാണ് ഇതിൻ്റെ മേലെ. അപ്പോൾ നിങ്ങളടുത്ത് കളർ പേപ്പർ ഉണ്ടെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്യുക, ഗ്രീൻ കളറ്. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പേപ്പറിൽ ജസ്റ്റ് ഒരു റഫ് ലീഫ് വരക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഗ്രീൻ ആക്രിലിക് പെയിൻറ്റ് കൊടുക്കുക. ഇനി നമുക്കിതെന്ത് വേണം? രണ്ട് സൈഡിലായിട്ട്, ഒന്നിന് നമ്മൾ രണ്ടെണ്ണമാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഫ്ലവറിന് രണ്ടെണ്ണം വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുക. രണ്ടാമത്തെ ലീഫ് ഒട്ടിക്കുമ്പോൾ കുറച്ച് താഴെയായിട്ട് ഒട്ടിച്ചോട്ടോ. മറ്റേതിനേക്കാളും കുറച്ചും കൂടി താഴെയോട്ടായിട്ട് ഒട്ടിച്ചാൽ മതി, നല്ല ഭംഗിയുണ്ടാവും. നല്ലോണം സ്റ്റിക്ക് ആയതിനു ശേഷം നമുക്ക് ഈ ലീഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കേൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് എല്ലാം കൂടി ഒരു ടൈ വെച്ചിട്ട് നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഏതൊക്കെയോ ഭാഗത്തായിട്ട് നിൽക്കും. ഇതുപോലെ ടൈ ചെയ്ത് വെക്കുമ്പോൾ എല്ലാം നല്ല കറക്റ്റ് ഇൻടാക്റ്റ് പൊസിഷനിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം ഇതുപോലെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ക്രാഫ്റ്റാണ്. നിങ്ങളൊക്കെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.